നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുള്ള ധാരണ ഉണ്ടായില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഇതെല്ലാം അന്നോട്ട് ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. മന്ത്രിസഭാ യോഗമായിരുന്നു. യോഗം കഴിഞ്ഞ് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവും ഞാനും കൂടി ഇവിടെ കുട്ടനാടും അപ്പർ കുട്ടനാട് മേഖലയിലുമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കാനും തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ വെള്ളം ഒഴുകുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വന്നത്. ജില്ലാ കളക്ടറുണ്ട്, SP ഉണ്ട്, ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. ഞങ്ങൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇന്ന് ഒഴുക്ക് നിർബാധം തുടരത്തക്ക നിലയിൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചു. പിന്നെ മണ്ണ് മാറ്റുന്നുണ്ട്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് 3 യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഡിംഗ് ചാനലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളം ഒഴുക്കി കളയുക. ഇതാണ് വേണ്ടത്. ഇപ്പോൾ അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറെയും പെർമനൻ്റായിട്ട് ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ കളക്ടർ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കളക്ടറും SP-യും മറ്റുദ്യോഗസ്ഥന്മാരെല്ലാം ഇറിഗേഷനും മോണിറ്റർ ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനമായിരിക്കും നടക്കുന്നത്. ഇത് അവിടുന്ന് ഈ വെള്ളം ഒഴുകി വരുമ്പോൾ ഇത് കടലിലേക്ക് പതിക്കുന്നില്ല എങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ വേണ്ടിവരും, പ്രദേശങ്ങളൊക്കെ മുങ്ങും. ഇതാണ് പ്രശ്നം. ഇതാണ് 2018 പ്രശ്നം. ഇത് തന്നെയാണ്. പക്ഷെ അത് കുറേ കൂടി ജാഗ്രതയിൽ ഇനിയിപ്പോൾ ഈ മണ്ണ് മാറ്റുകയും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആക്കണം. എന്നാൽ മാത്രമേ അപ്പർ കുട്ടനാട് മേഖലയിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടനാട് MLA വന്നിട്ടുണ്ട്, റെജി. ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം കുട്ടനാടിലെ ചില ഏറ്റവും അത്യാവശ്യമായ ക്യാമ്പുകൾ സന്ദർശിക്കുകയും പിന്നെ വാരിപ്പാട്, കായംകുളം ഈ മേഖലകളിലും ഒക്കെ ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകൾ സന്ദർശിക്കാനുമാണ് തീരുമാനിച്ചത്. ഈ മണ്ണ് നീക്കൽ നേരത്തെ ചെയ്യേണ്ടതല്ലായിരുന്നു, മഴക്കാലത്തിന് മുമ്പേ ചെയ്യേണ്ടതല്ലായിരുന്നു, അത് കാലതാമസമല്ലേ? അതുകൊണ്ടല്ല, മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുള്ള ധാരണ ഉണ്ടായില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഇതെല്ലാം അന്നോട്ട് ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തില്ല. പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഇപ്പം കളക്ടർ പറഞ്ഞ പോലെ, കളക്ടർ സൂചിപ്പിച്ചത് ഈ സ്പിൽവേ വളരെ പഴക്കം ചെന്നതാണ്, അതിൻ്റെ ഷട്ടറുകൾ പഴക്കം ചെന്നതാണ്. ഇനി അതെല്ലാം മാറ്റിയെടുത്ത് കുറച്ചുകൂടി സുഗമമാക്കാൻ, വെള്ളം ഒഴുകി പോകുന്നത് സുഗമമാക്കാനുള്ള നടപടികളായിരിക്കും ഗവൺമെൻറ് കൈക്കൊള്ളുന്നത്. അല്ല, അതിന് നിർദ്ദേശം കളക്ടർ കൊടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് അടിയുന്നതിൻ്റെ കാര്യം എന്താ? ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ തന്നെ 2-3 പാലങ്ങളുണ്ട്. അതിൻ്റെ അടിയിലാണ് ഇതെല്ലാം വന്ന്, അതിൻ്റെ തൂണുകളിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് അതിന് തന്നെ വന്നുകൊണ്ടിരിക്കുകയും കൂടിയാണ്. കാരണം ഇത് വനത്തിൽ പെയ്യുന്ന മഴയാണ്. അവിടുന്ന് വരുന്ന ഈ വേസ്റ്റും തടിയും മറ്റ് ഇതെല്ലാം കൂടി വന്നാണ് ഈ അടിയുന്നത്. അത് കളക്ടർ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ ആളുകളും അവരോടും പറഞ്ഞിട്ടുണ്ട് മാറ്റണമെന്ന്, അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം കയറില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ AC റോഡ് ഉൾപ്പെടെ വെള്ളം കയറിയിട്ട് ആളുകൾക്ക് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു ബദൽ സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഈ എപ്പോഴും വെള്ളപ്പൊക്കവും വെള്ളം ഒഴിഞ്ഞോണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം അന്വേഷണമല്ല വേണ്ടത്. ഇപ്പം നമ്മൾ കാര്യങ്ങൾ നടത്തുക, ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക. MLA പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. കാരണം വെള്ളം ഒരിക്കലും കയറില്ല എന്ന് പറഞ്ഞിട്ടാണ് റോഡ് നിർമ്മിച്ചത്, AC റോഡ്. വെള്ളം കയറിയപ്പം അത്രയ്ക്ക് ഉയർത്തിയാണ് അത് ചെയ്തത്. അത് നമുക്ക് ആലോചിക്കാം അന്വേഷണത്തെ പറ്റി. പക്ഷേ ഇപ്പം നമുക്ക് വേണ്ടത് എല്ലാവരും സഹകരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, പരമാവധി വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള നടപടി സ്വീകരിക്കാനുള്ളത്. ഇതിപ്പോൾ കിഴക്കുന്ന വെള്ളമേ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അടിയന്തരമായിട്ട് വെള്ളം പോയില്ലെങ്കിൽ അതന്നെ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അത്യാവശ്യം വെള്ളം ഒഴുകി പോവുക എന്നുള്ളതാണ്.